പാലക്കാട്ട് കൊല്ലങ്കോട് വാഴപ്പുഴയിൽ പുലി കമ്പിവേലിയിൽ കുടുങ്ങിയെന്ന വാർത്ത ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഉണ്ണികൃഷ്ണൻ എന്നയാളുടെ വളപ്പിലെ കമ്പിവേലിയിലാണ് പുലി കുടുങ്ങിയത്. സ്ക്രീനിൽ ഇപ്പോൾ തന്നെ ദൃശ്യങ്ങൾ കാണാം. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് വന്നിട്ടുണ്ട്. പുലിക്ക് സമയം ശരിയല്ല. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി പാലക്കാട് നിന്ന് ചേരുന്നു. നിഖിൽ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ. ഇന്ന് പുലർച്ചെയാണ് വീട്ടുകാർ ഈ കമ്പിവേലിയിൽ, തങ്ങളുടെ വീടിന്റെ കമ്പിവേലിയിൽ പുലി കുരുങ്ങി കിടക്കുന്നതായി കാണുന്നത്. ഉടനെ തന്നെ അവർ ആശങ്കയിലാവുകയും ഉടനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയും ചെയ്തു. അവിടുത്തെ വാർഡ് മെമ്പർ അടക്കം ഇതിനോടകം സംഭവ സ്ഥലത്തെത്തി വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിളിച്ചു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തെത്തിയിട്ടുണ്ട്. എത്രയും വേഗം ഈ പുലിയെ ഈ കമ്പിക്കുരുക്കിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വാഴപ്പുഴ സ്വദേശിയായിട്ട് ഉണ്ണികൃഷ്ണൻ എന്നയാളുടെ വീട്ടിലെ കമ്പിവേലിയിലാണ് കുരുങ്ങിയത്. ഇത് സാധാരണഗതിയിൽ തന്നെ നമ്മൾ അതിരൊക്കെ നിശ്ചയിക്കുന്നതിന് വേണ്ടി ഇടുന്നൊരു കമ്പിവേലിയിലാണ്. അതിലാണ് ഈ പുലിയുടെ വാല് കുരുങ്ങി കിടക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ അത് കാണാൻ കഴിയും. ഇതോടുകൂടി അവിടെ കുരുങ്ങി കിടക്കുകയാണ്, മണിക്കൂറുകളായി അവിടെ കുരുങ്ങി കിടക്കുകയാണ് പുലിയുടെ ആരോഗ്യത്തിന് നിലവിൽ പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് വനംവകുപ്പ് പ്രാഥമികമായി പറയുന്നത്. അതിനെ ജീവനോട് കൂടി തന്നെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ ഇത് അക്രമാസക്തമാകാനുള്ള സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഏത് തരത്തിലായിരിക്കും അതിനെ അവിടെ നിന്ന് രക്ഷിക്കുക എന്നുള്ളത് ഒരുപക്ഷെ മയക്കുവെടി വെച്ച് അടക്കമായിരിക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി വ്യക്തമാകേണ്ടതുണ്ട്. എന്തായാലും വനംവകുപ്പിലെ ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ തുടർ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം പുലിയെ രക്ഷിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നത്. ഓക്കെ, താങ്ക് യു നിഖിൽ പ്രമേഷ്. ദിനേശ് ഹരിപ്പാട് നിന്നൊരു യൂട്യൂബ് സന്ദേശം അയച്ചിരിക്കുന്നു. ഇങ്ങനെ അസൂയാവഹമായ വളർച്ച ഉണ്ടായിട്ടും സിനിമയിൽ കഴിവ് തെളിയിച്ച് ഇപ്പോൾ വൃദ്ധസദനത്തിൽ കഴിയുന്ന TP മാധവനെ പോലെയുള്ള ആളുകളെ സഹായിക്കാൻ മലയാള സിനിമ ഒന്നും ചെയ്യുന്നില്ല. തീർച്ചയായിട്ടും അതൊരു ആരോപണമായിട്ട് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്.